അല്ല, അത് എന്റെ ജീവിതത്തിലെ വേട്ടയാടൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എന്റെ കരുത്ത് കൂടുകയാണ്. പിന്നെ വിചാരണ നേരിടുക എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകും. എനിക്കിതിൽ യാതൊരു ആശങ്കയുമില്ല, ഒരു ഭയവുമില്ല. കഴിഞ്ഞ 2006 തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി അടിയന്തരമായിട്ട് പുനരന്വേഷണം ഉത്തരവിടുകയും ഒരു കള്ളക്കേസുണ്ടാക്കി കുറ്റപത്രം കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലുള്ള പ്രതിസന്ധികളാണ് എന്നെ കൂടുതൽ കരുത്തനാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, പൊതുപ്രവർത്തനത്തിൽ ഇത് യാതൊരു വിധത്തിലുള്ള കുറവുണ്ടാക്കില്ല. കൂടുതൽ എനിക്ക് ശക്തിയും കരുത്തും പകരുകയുള്ളൂ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 34 വർഷമായി ഈ കേസ് ചർച്ച ചെയ്യുന്നൊരു ഓരോ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വിധികൾ വരുമ്പോൾ നമ്മൾ അഭിപ്രായം പറയാറുണ്ട്. എനിക്ക് ഈ വിധിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. അന്തിമ വിജയം എനിക്ക് തന്നെയായിരിക്കും. ഈ കേസിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി CBI എൻക്വയറി ഉത്തരവിടും എന്നുള്ളതാണ് ചിലരൊക്കെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അതുണ്ടായിട്ടില്ല. പിന്നെ വിചാരണ നേരിടുക എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകും. എനിക്കിതിൽ യാതൊരു ആശങ്കയുമില്ല, ഒരു ഭയവുമില്ല. സർക്കാർ എടുത്തിട്ടുള്ള ഒരു നിലപാട്, സർക്കാരിന്റെ സത്യവാങ്മൂലം അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു രീതി കാണിക്കുന്നത് അല്ലല്ലോ, അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ കള്ളക്കേസ് എനിക്കെതിരെ രൂപപ്പെടുത്തിയെടുത്തത്. അതിനു മുമ്പ് 1990 കേസാണിത്. 90 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ ഏജൻസികൾ അന്വേഷിച്ചല്ലോ. ഇന്റർപോൾ അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. അതിൽ ഞാനല്ല പ്രതി, വേറെയാണ് പ്രതി എന്ന റിപ്പോർട്ടുണ്ടല്ലോ. ഇന്റർപോളും CBI അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടൊന്നും നിങ്ങൾ കാണുക, കോടതിയിലുണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികൾ വേറെയാണ്. AK ആന്റണിയുടെ കാലഘട്ടത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2006 തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി അടിയന്തരമായിട്ട് പുനരന്വേഷണം ഉത്തരവിടുകയും ഒരു കള്ളക്കേസുണ്ടാക്കി കുറ്റപത്രം കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ തന്നെ CBI എൻക്വയറി വേണമെന്നുള്ള നിലയിലേക്കാണ് സുപ്രീം കോടതിയിലേക്ക് ആദ്യം ചർച്ചകൾ നടന്നതും ചിലരുടെ ആവശ്യം ഉന്നയിച്ചതും. അതെന്തായാലും സുപ്രീം കോടതി അംഗീകരിച്ചില്ലല്ലോ. അപ്പോ വിചാരണ നേരിടണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധിയെങ്കിൽ വിചാരണ നേടുന്നതിന് എനിക്കൊരു ഭയമില്ല. കാരണം നിയമത്തിന്റെ വഴിക്ക് പോയാൽ ആത്യന്തികമായ വിജയം എനിക്ക് തന്നെ ഉണ്ടാവും. നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. അതല്ലല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെതിരെ മറ്റൊരു സർക്കാർ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പോലീസിന് കൊടുക്കാൻ സാങ്കേതികമായി നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു കോടതിയുടെ മുമ്പിൽ തന്നെ സർക്കാർ ഒന്നാണല്ലോ. മാറി ഭരണത്തിൽ ആളുകൾ മാറി വന്നാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നൊരു നിലപാടിൽ ആ ഫയൽ ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിൽ ഉറച്ചു നിൽക്കേണ്ടി വരും. അതിലെന്താ ആശങ്ക? പക്ഷേ അങ്ങേ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ല. കാരണം BSന്റെ സമയത്ത് തന്നെ അങ്ങേക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് പോലും ഈ ഒരു കേസിന്റെ കാര്യം പറഞ്ഞാണ്. അതാണ് ഞാൻ പറയുന്നത്. 2006 എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നല്ലോ അധികാരത്തിൽ. അവർ ഈ കേസ് എനിക്കെതിരെ പുനരന്വേഷണം ഉത്തരവിടുകയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന വേളയിൽ കുറ്റപത്രം കൊടുക്കുകയും എന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതാക്കി. പക്ഷേ അവിടെ നിന്നാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്ഥാനാർത്ഥിയായതും മന്ത്രിയായതും. അതുകൊണ്ട് ഇത്തരം ഇതിലൂടെ എല്ലാം കടന്നുപോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. ഇതുപോലുള്ള പ്രതിസന്ധികളാണ് എന്നെ കൂടുതൽ കരുത്തനാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, പൊതുപ്രവർത്തനത്തിൽ ഇത് യാതൊരു വിധത്തിലുള്ള കുറവുണ്ടാക്കില്ല. കൂടുതൽ എനിക്ക് ശക്തിയും കരുത്തും പകരുകയുള്ളൂ. സത്യവാങ്മൂലത്തിൽ പോലും ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം അങ്ങയുടെ നിലപാടുകളോട് യോജിക്കുന്നു എന്ന് പറയുകയും എന്നാൽ വസ്തുതകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നും പറയുന്നു. മറ്റൊരു സർക്കാർ ഒരു വൈരാഗ്യ ബുദ്ധിയിൽ ചെയ്ത കാര്യമാണെങ്കിൽ അത് ഈ സർക്കാരിന് കൃത്യമായി സുപ്രീം കോടതി ബോധ്യപ്പെടുത്താൻ അല്ല, അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞതുപോലെ അതും ബോധ്യപ്പെടുത്തിയെന്നല്ലേ പറയുന്നത്. അതും ബോധ്യപ്പെടുത്തി. അത് ഞാൻ പറഞ്ഞ അതൊക്കെ കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ വക്കീലന്മാർ ഉയർത്തുന്ന നിയമപരമായ കാര്യങ്ങളാണ്. ഏതായാലും ഇത് അതായിക്കോട്ടെ. ഏതായാലും 34 വർഷമായല്ലോ, വിചാരണ തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. ഓരോ നിയമ നടപടികളിലൂടെയും കടന്നുപോയതാണല്ലോ. കടന്നുപോകട്ടെ, ആ പ്രോസസ്സിലൂടെ പോയി. ഞാനിത് പറയാം, ഇത് 2006 ഫയൽ ചെയ്ത കുറ്റപത്രത്തിനെതിരെ ഞാൻ കോഷ് ചെയ്യാൻ ഒരിക്കലും പോയിരുന്നില്ല. പക്ഷേ 2021 ഞാൻ മന്ത്രിയായതിനു ശേഷം എന്നെ ആ കേസ് വീണ്ടും ചിലർ കുത്തിപ്പൊക്കി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി ആ FIR ക്വാഷ് ചെയ്തത്. അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് നിയമപരമായി ഉണ്ടാകുന്ന ഓരോ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഓരോ
ഘട്ടങ്ങളാണ്. ആ ഘട്ടത്തെയൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇതിലും വിചാരണയെ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ വിചാരണ കോടതിയിൽ തന്നെ നേരിടും. എന്റെ നിയമപരമായ എനിക്കുള്ള എല്ലാ സാധ്യതകളും ഞാൻ പരിശോധിക്കും. നിയമത്തിന്റെ വഴിയിലൂടെ പോയാൽ തീർച്ചയായിട്ടും നീതി എന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. 100% ഉറപ്പുണ്ട്. കാരണം കോടതിയുടെ മുമ്പിൽ തന്നെ വേറെ ആളുകൾ കുറ്റം ചെയ്തതായിട്ട് ഇന്റർപോളും CBIയും ഏക്കാനിയുടെ കാലത്തുള്ള പോലീസിന്റെ അന്വേഷണത്തിന് റിപ്പോർട്ട് കോടതിയിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഞാനെന്തിനു ഭയക്കണം? പ്രൊസീഡിംഗ്സ് എല്ലാം അവസാനിപ്പിക്കുമെന്നാണ് അങ്ങനെ ഒരു പറയാം. പക്ഷേ പ്രൊസീഡിംഗ്സ് അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, പുനരന്വേഷണം വന്നിരുന്നെങ്കിൽ അങ്ങേക്ക് ആശ്വാസമാണ്. പക്ഷേ ഇത് അന്ന് എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് വിചാരണ തുടങ്ങാനാണ് പറയുന്നത്. അല്ല, അതാണ് അന്ന് ഇവിടെ അവസാനിച്ചിടത്തല്ലേ. 2006 കൊടുത്ത കുറ്റപത്രത്തിന്റെ രീതിയിൽ വിചാരണ തുടരാനാണ്. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അതിൽ പോലും എനിക്ക് ഭയമില്ലായിരുന്നു. ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2006 ആ കുറ്റപത്രത്തിനെതിരെ കോടതിയിൽ അന്ന് പോകുമായിരുന്നല്ലോ. 15 കൊല്ലം ഞാൻ പോയില്ലല്ലോ. ഞാൻ വിചാരണ നേരിട്ടല്ലോ. ഞാൻ കോടതിയിൽ പോയല്ലോ, ജാമ്യം എടുത്തല്ലോ, ഹാജരായല്ലോ. ഒരു കോടതിയിൽ പോലും ഒരു വിചാരണയ്ക്ക് പോലും ഞാൻ മുടങ്ങിയില്ലല്ലോ. കാരണം എന്റെ കാരണം കൊണ്ട് ആ കേസ് ഒരു ദിവസം പോലും മാറ്റിവെച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ നിയമത്തിന്റെ പാതയിലൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ 2021 ചിലർ മന്ത്രിയെ എന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിയപ്പോൾ ഞാൻ അന്ന് നിയമപരമായിട്ട് ഞാൻ നേരിട്ടു. അതിൽ ഞാൻ വിജയിച്ചു. എന്നെ മന്ത്രിസ്ഥാനത്ത് മാറ്റാനുള്ള ചിലരുടെ ആഗ്രഹം നടന്നില്ല. ഈ വിചാരണ നേരിടാൻ ഞാൻ അന്നേ തയ്യാറായിരുന്നു. 2006 മുതൽ തയ്യാറായിരുന്നു. ഞാനതുകൊണ്ട് പിന്നെ എന്തിനാ ഞാൻ ഭയക്കണം? എനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കോടതി പോകുമായിരുന്നല്ലോ. സോ ഐ ആം ലീസ്റ്റ് ബോധേഡ് അബൌട്ട് ദീസ് തിങ്സ്. നെടുമങ്ങാട് കോടതിയിൽ അങ്ങ് ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞ ഇടയ്ക്ക് ചില വാർത്തകളൊക്കെ വന്നു. അത് ശരിയല്ലല്ലോ. കാരണം നിങ്ങൾ ആ കോടതിയുടെ പ്രൊസീഡിംഗ്സ് ഒക്കെ ഏതെങ്കിലും കോടതിയിൽ ഞാൻ ഹാജരായില്ലെങ്കിൽ എനിക്കതിനെ ഉടനെ വാറണ്ട് പുറപ്പെടുവിക്കൂലേ? ഒരു വാറണ്ട് എന്റെ പുറപ്പെടുവിച്ചില്ലല്ലോ. ഞാൻ എല്ലാ കോടതിയിലും, ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് പകരം വേണേ അഡ്വക്കേറ്റിനോ, അതിനാണല്ലോ വക്കീലിനോ. ഞാനും വക്കീലാണല്ലോ. എനിക്ക് ഹാജരാകാൻ അസൗകര്യമുള്ള ദിവസങ്ങളിൽ വക്കീൽ ഹാജരാകും. ഞാനോ വക്കീലോ ഹാജരാകാത്ത ഒരു പോസ്റ്റിംഗ് പോലും ഇല്ലായിരുന്നല്ലോ. പിന്നെന്തിനാ? എന്റെ കാരണം കൊണ്ട് ഒരു കേസും ഒരു ദിവസം പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല. കോടതിയുടെയോ എതിർഭാഗത്തിന്റെയോ പ്രോസിക്യൂഷന്റെയോ തടസ്സം കൊണ്ട് മാത്രമാണ് അന്ന് കേസ് നീണ്ടുപോയത്. എന്റെ കാരണം കൊണ്ടേ അല്ല. ഞാൻ ചാർജ് ഷീറ്റ് കിട്ടിയപ്പോൾ ആദ്യത്തെ ദിവസം പോയി ഹാജരായി ജാമ്യം എടുത്ത ആളാ. സോ ആ സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ പോയി അന്ന് ഈ കുറ്റപത്രം റദ്ദാക്കാനായിട്ട് ഞാനന്ന് 2006 തന്നെ പോകുമായിരുന്നല്ലോ. ഞാൻ 2021 വരെ പോയില്ലല്ലോ. സോ എന്തുകൊണ്ടെന്നാൽ ഈ കേസിനെ കുറിച്ച് എനിക്ക് ഭയമില്ലാത്തതുകൊണ്ടാണ്. വിചാരണ നടത്തിയിരുന്നെങ്കിൽ എന്നേ അക്വിറ്റലായി പോകുമായിരുന്ന ഒരു കേസായത്. പക്ഷെ എന്റേതല്ലാത്ത കാരണം കൊണ്ട് കേസ് നീട്ടിക്കൊണ്ടു പോയെന്നുള്ളതാണ്. കാരണം ഞാനത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. നേരത്തെ പൂർത്തിയാക്കാം. രണ്ടായാലും ഞാൻ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു എന്ന് ആളുകൾ പറയുള്ളൂ. അതുകൊണ്ട് ഐ വാസ് വെരി കോൺസ്റ്റന്റ്. ഞാൻ നിയമത്തിന്റെ പാതയിലൂടെ കൃത്യമായിട്ടാണ് സഞ്ചരിച്ചതെന്നുള്ളത് കോടതിക്ക് അങ്ങനെ സുപ്രീം കോടതി എന്തെങ്കിലും ഒരു അഡ്വൈസർമാർക്ക് എനിക്കെതിരെ പറഞ്ഞില്ലല്ലോ. നോ. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിചാരണ നേരിടാനാണ്. ഞാൻ ആ വിധിയുടെ കൃത്യമായിട്ട് വായിച്ചിട്ടില്ല, മുഴുവൻ വായിക്കാനുണ്ട്. വിചാരണ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ അതിന്റെ അടുത്ത നടപടികൾ നിയമ നടപടികളുമായി ഞാൻ പോവും. വിചാരണ നേരിടാനാണെങ്കിൽ നേരിടും. നിയമം എന്താണോ അനുശാസിക്കുന്നത് ആ വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുക. അല്ല, അത് വിധി ഒന്ന് വായിച്ചു നോക്കട്ടെ. പിന്നെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് വിധി വായിച്ചു. അല്ല, അത് പകർപ്പ് വായിച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. മറ്റുള്ളവരായിട്ട് ആലോചിക്കും. ആവശ്യമാണെങ്കിലേ ഉള്ളൂ. ഞാൻ ട്രയലിനെ ഭയപ്പെടുന്നെങ്കിൽ ഞാൻ 2006 മുതൽ 2021 വരെ കോടതി പോകുമായിരുന്നില്ലല്ലോ. മാറി നിൽക്കുക ഞാൻ മാറി നിന്നില്ലല്ലോ. അതും തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഐ വാസ് നോട്ട് അഫ്രൈഡ്. ധാരണ പ്രകാരം അങ്ങ് മാറിയെങ്കിലും അങ്ങ് മന്ത്രിസ്ഥാനത്ത് മാറിയിട്ട് ഈ വേട്ടയാടൽ തുടരുകയാണെന്ന്. അല്ല, അത് എന്റെ ജീവിതത്തിലെ വേട്ടയാടൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എന്റെ കരുത്ത് കൂടുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അവിടെ ഈ വേട്ടയാടലിന് ശേഷമാണല്ലോ ഞാൻ മന്ത്രി വരെ ആയത്. മന്ത്രി ആരും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ട് ഇതെല്ലാം എന്നെ കൂടുതൽ ശക്തനാക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അത്